കനലായെരിഞ്ഞ സന്ധ്യമയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. എന്തുടാ എനിക്ക് ടൂ വീലർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട് പൊക്കോളിയാ. ടൂ വീലർ ഇത് വീൽ ചെയർ അല്ലയോ? ഇതിനകത്തും 2 ടൂ വീലറേ ഉള്ളൂ. ടൂ വീലർ നീ അളിയ എന്തോന്നളിയാ കാണിക്കണത്? എന്തുവാ അളിയാണ് വയ്യാത്താണ്. അളിയ അവിടെ ഇരിയാളിയ കൈ കാലൊക്കെ മുറിഞ്ഞിരിക്കണ ഇരിയാളി അവിടെ. എടാ എന്തോന്ന് വയ്യാത്ത ഒരു ആക്സിഡന്റ് നടന്നു, വലിയ പരിക്കളൊന്നും ഇത്രയൊക്കെ ഉള്ളു. ഇതൊക്കെ അവന്റെ ആഡംബരമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. വലിയ അപകടം. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച മാത്രമല്ല എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അളിയനെ കാണാൻ. അറിയാവോ അളിയന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണാ എനിക്ക് സഹിക്കാൻ പറ്റില്ല അളിയ. എന്നിട്ടാണോ അന്ന് ചക്ക വെട്ടിയിട്ടില്ല തലയില്? പിന്നെ രാവിലെ മുമ്പ് വായ പറഞ്ഞു നിന്നാ പിന്നെ ഞാൻ തരികയാണത്. അളിയ ഇതൊക്കെ ചുമ്മാ തളി. എനിക്ക് ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ അടിച്ചു കളഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. ചെറിയൊരു ആക്സിഡന്റ് പറ്റി അത്രേ ഉള്ളൂ. വലിയ നിസ്സാരമായിട്ട് അളിയൻ ഞാൻ ഒരു കാര്യം അളിയന് ഒന്നിനും പോണ്ട. അളിയൻ ജോലിക്കൊന്നും പോണ്ടളിയാ. ഞാനും ജോലിക്ക് പോകില്ല. അത് പിന്നെ പോകാറില്ലല്ലോ. എന്താണ് നിനക്ക്? എനിക്ക് അവിടെ വെച്ച് ആശുപത്രിയിൽ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. എനിക്കൊരു സംശയം ഉണ്ട് അളിയ. എന്താ? അളിയന് കൊട്ടേഷൻ ടീമുകൾ വല്ലതും വന്ന് വണ്ടി ഇടിച്ചിട്ടാണ് അളിയ. നക്കി തിന്നാ നല്ലുപ്പില്ല ഈ കുടുംബത്തിൽ. എനിക്ക് ആര് കൊട്ടേഷൻ കൊടുക്കുമെന്നാണ് നീ പറയണത്? പിന്നെ ഇത് എങ്ങനെ അളിയാ സംഭവിച്ചത്? എന്നെ സത്യം പറഞ്ഞ പ്രിയദർശിനി ഇടിച്ചിട്ടതാ. എന്നെ ഇടിച്ചളിയാ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ ഞാൻ ചുമ്മാ നിന്നപ്പോ ഞാൻ വാട്സാപ്പ് നമ്പർ ചോദിച്ചതിന് ഒരൊറ്റ ഇടി ഇടിച്ചെന്നളിയാ ഈ പ്രിയദർശിനി. എടാ പ്രിയദർശിനി ബസ് ഇടിച്ചെന്ന്. അതിനുമ്പ് അവള് ബസ് വാങ്ങിച്ചാളിയാ. ആരെങ്കിലും കൈ കാണിച്ച് ആ ബൈക്കിന്റെ ബാക്കിൽ കയറി പോണ അവള് എപ്പോഴാളിയാ ബസ് വാങ്ങിച്ചത്? നീ ഏത് പ്രിയദർശിനിയുടെ കാര്യം പറയണത്? വളമട തിയേറ്ററിന്റെ ബാക്കിൽ താമസിക്കുന്ന ആ പ്രിയദർശിനിയുടെ കാര്യമല്ലേ പറഞ്ഞു? അതാണ് ഞാൻ പറഞ്ഞത്. എടി ഇപ്പൊ സർക്കാർ ഒരു മറ്റേ ബസ് ഉണ്ടല്ലോ പ്രിയദർശിനി, സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് പോണത്. ആ ബസ് സംഭവം സത്യം പറഞ്ഞ പണിക്ക് രാവിലെ ബൈക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഇവരുടെ ബസ് ഇങ്ങനെ ഫ്രണ്ടിൽ പോവുമായിരുന്നു. ഞാൻ ഹോൺ അടിച്ച ആ ഡ്രൈവർ കേട്ടില്ല. അതെങ്ങനെ കേൾക്കും? അത് പെണ്ണുങ്ങളെല്ലാം കിടന്ന് അലച്ചോണ്ടിരുന്ന പുള്ളി എങ്ങനെ കേൾക്കണത്? അപ്പൊ അവരുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്. അളിയ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ. വണ്ടി ഇടത്തോട്ട് പോകുമ്പോ അറിയാതെ വന്ന് ഇടിച്ചേ അളിയ അതിലോട്ട്. എന്റെ പൊന്നളിയ എങ്ങനെയൊക്കെ പോയാൽ സത്യം പറഞ്ഞ അളിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളും വന്നാൽ എനിക്ക് സഹിക്കുന്നതിൽ അപ്പുറമാണ് അളിയ. ഞാൻ പറയുന്നത് എന്റെ തെറ്റാണ്. പണിക്ക് പോകുമ്പോ അറിയാതിരിച്ച് നീ ആ വിഷയം വിട്ടാണ് ചുമ്മാ. അളിയ ഇത് എവിടെ പോയത്? എങ്ങോട്ട് പോയത് അളിയ? ഡിക്കി പോയത്. ആദ്യം പറഞ്ഞ് ബൈക്കിൽ പോയി, ഇപ്പൊ വണ്ടി ഡിക്കിലടി കയറി പോയി പറഞ്ഞ് എവിടെ പോയി? നല്ലെന്ന് പണിക്ക് ഇടുക്കിയിലോട്ട് പോയെന്ന്. ഇടുക്കിയിൽ എന്തിനു പോയാ? അവിടെ ഒരു മെയിൻ വർക്ക് എടുക്കാനുണ്ട്. ഇവിടെ മീൻ വറുത്ത ഇടുക്കി എടുക്കാൻ പോയത്. ഇവിടെ ആവശ്യമുള്ള മീൻ വറുത്ത ഇരിപ്പില്ലായിരുന്ന. മീൻ വറുത്തല്ലെന്ന്, അവിടെ ഒരു മെയിൻ വർക്ക് തേയിലെന്നുള്ളല്. നിന്റെ പെങ്ങടുത്ത് ഈ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു മുറിവ് പറ്റിയപ്പോഴും അവക്ക് സഹിക്കാൻ പറ്റത്തില്ല. അറിയാളിയ സത്യം പറഞ്ഞാൽ എനിക്ക് പോലെ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റി പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള പെണ്ണാണ്. നമ്മൾ അങ്ങനെ വളർത്തിയ കൊച്ചാണത്. ഇല്ലാത്ത എന്ത് ഈ പറയുന്നത്? അവക്ക് വിഷമം കാണൂല. നല്ല വിഷമം പറയണത്. വിഷമം ഉണ്ടാടി നിനക്ക്? നിനക്ക് വിഷമം ഉണ്ടാ? 100 പ്രാവശ്യം ഞാൻ പറഞ്ഞേട്ടാ, വീട്ടിൽ നിന്ന് പോണേക്ക് മുമ്പ് അമ്പലത്തിൽ പോയി ഉരുണ്ടിട്ട് പോവാവും. നീ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആര് പറഞ്ഞു ഉരുണ്ടിരുന്നത്? ചന്തിയിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോ കിടന്ന് ഉരുണ്ടത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ല അവിടെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയണതല്ലേ, ലോകത്തുള്ള പെൺപിള്ളേര് മുഴുവൻ വായി നോക്കും, പറഞ്ഞോട്ട് കേൾക്കൂല. ഇതെന്തുവാ ഇത്? എന്തുവാ ഇത്? ഇത് ഞാൻ പറഞ്ഞ ഈ സാധനം എന്തുവാന്ന് ഞാൻ പറഞ്ഞത്. നീ എന്താ പറയണത്? അവൾ ഒരു ചോരയാണ്. അവൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. അത് ദൈവമേ, തിങ്സ് ഇട്ട് മാത്രം സംസാരിക്കുന്ന ഒരു കുടുംബം. ഒരക്ഷരം മിണ്ടത്തില്ല വാ തുറന്ന്. എന്തുവാ? നല്ല ഏർപ്പാട് തന്നെ കേട്ടാ. ആശുപത്രി കൊണ്ടുവന്ന ആപ്പിൾ ഒറ്റയ്ക്ക് എനിക്കൂടെ തരി. തിന്നല്ല, നിന്റെ പെങ്ങളതാ എന്തോരിട്ട് ഒഴിയണത്. അതാ കാണിച്ചു അളിയന് വേണ്ടിട്ടല്ലേ കാണിക്കണത്. ഇത് എന്തിനാ മക്കളെ ഇങ്ങനെ? കണ്ണാണ് ഇയാൾക്ക് മുഴുവൻ. ചേട്ടന് വല്ല അറിയോ? പിന്നെ എനിക്ക് ഇരിക്കണ കാടമുട്ടാണ് ഇരിക്കണത്. അവിടെ പോലെ തന്നെ എനിക്ക് കണ്ണുള്ള എനിക്കൂടെ താപങ്ങൾ എങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ കൂടെ ഉഴിഞ്ഞങ്ങോട്ട് ചേട്ടാ എന്താ ഇത്?
കണ്ടോ എങ്ങനെ സഹിക്കുന്നെന്ന് എനിക്കറിയാം. നിന്റെ കുടുംബത്തിൽ ഓവർ ഭക്തിയാണ് ഇവളീ കാണിച്ചു കൊടുക്കുന്നത് ഓരോ അന്ധവിശ്വാസങ്ങളും കാര്യമായിട്ട്. നമുക്ക് ഓരോ പാവപ്പെട്ട കൊച്ചാണ്, നമുക്ക് അത്രയും സ്നേഹമുള്ളണ്ടല്ലേ ആളും കിടന്ന് കാണിക്കണത്. അളിയ അന്ധവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു സംശയം ഉണ്ട് അളിയ. എന്താളിയാ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോഴത്തേക്ക് രാത്രി ആ തോട്ടിന്റെ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു വെട്ട ഇങ്ങനെ പോകുന്ന കണ്ടളിയ, പോക്കുവരെ കണ്ടളിയ അവിടെ. അത് പോക്കുവരവല്ല, നിന്റെ പെങ്ങള് ഭക്തി കാരണം ഈ വീട്ടിൽ മദ്യം കയറ്റാൻ പറ്റുമോ? ഞാൻ കടവിരുന്ന് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കര ഇരുട്ട്, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. അത് ആമയുടെ മണ്ടയിലായിപ്പോ. ഈ സാധനം എഴഞ്ഞെഴഞ്ഞ് പോയതല്ലേ നീ കണ്ടത്? അത് പോക്കുവരവൊന്നും അല്ല. വലിയൊരു തീകൂട്ടം കണ്ടതാ. വലിയൊരു തീക്കൂട്ടം കണ്ടോ? ആ റബ്ബറും കാടില്ലേ, അത് കത്തിയതാ, ഈ ആമ കൊണ്ട് കത്തിച്ചതാ. അങ്ങനെയല്ല, മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അളിയ. മരുന്ന് പൂക്കി ലവർ. പൂക്കി ലവർ അല്ല, പിന്നെ ഒരു ഗുളിക ഉണ്ട്, തിന്നണം. ആര് വന്നിട്ട്? അവിടുന്ന് ഡോക്ടർ വന്നത്, ഇനി കളഞ്ഞു കിട്ടും. ഇത് കഴിക്കാനല്ലേ? വെള്ളം കൂടെ കുടിക്കണം. വെള്ളം കുടിക്കാം. ഒരു ആഹാരത്തിന് മുമ്പാണ്? ആഹാരത്തിന് മുമ്പാ? ആഹാരത്തിന് മുമ്പും പിൻപും ഒന്ന് വീതം 3 നേരം. ISO അംഗീകാരം. എടാ വക്കീലിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നിന്റെ നമ്പറാ കൊടുത്തേക്കുന്നത്, ചിലപ്പോ വിളിക്കും കേട്ടാ. ഓ ശരി അല്ലേ, ഞാൻ അങ്ങോട്ട് വിളിക്കണോ? ഞാൻ വിളിക്കാം, കുഴപ്പമില്ല. ഹലോ ഹലോ, ഓക്കെല്ലേ? നമ്മളെ അളിയന്റെ ഒരു കേസ് പറഞ്ഞില്ലേ, മറ്റേ ഇതിന്റെ ഈ ഒരു ആക്സിഡന്റ് കേസ് സംഭവിച്ചില്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ പറ. ദൈവം സഹായിച്ചു, ഒരു കുഴപ്പമില്ല എന്റെ അളിയന്. ഒരു കുഴപ്പമില്ലേ? ഇല്ല, 1-2 പരിക്കുകൾ മാത്രമേ ദൈവം കടാക്ഷിച്ചു. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ലല്ലോ. പൈസ അത് ഈ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് പല്ലൊക്കെ പോയാൽ മാത്രമേ കാശ് എന്തെങ്കിലും കിട്ടത്തുള്ളൂ കേട്ടോ, ഇൻഷുറൻസേ. കയ്യൊന്നും ഒടിഞ്ഞിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ 5 പൈസ കിട്ടത്തില്ല തന്നെ? ഇല്ല ഇല്ല. പല്ല് ഒരു പല്ലിന് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പല്ലിന് 1 ലക്ഷം രൂപ? ഓ, നല്ല ചാൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ പല്ല് അല്ല, നിന്റെ പല്ല് എങ്ങനെ എടുക്കണം? ആക്സിഡന്റ് ആയ ആളുടെ പല്ലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ശരി ശരി, ഓക്കെ. അല്ല, ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോണോ? മുന്നോട്ട് പോവാം. ഒരു പല്ലിന്. ഓ അതെ അതെ. ശരി വക്കീലെ, ശരി ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, സ്റ്റേഷനെ അറിയിക്കാം. ശരി. നല്ല പല്ല് അളിയാ. ഈ മുളകൊക്കെ തിന്നളിയാ അങ്ങോട്ട്. 1 2 3 4 5 ഒരു കുഴപ്പമില്ല. പല്ല് കുഴപ്പമൊന്നുമില്ലല്ലോ അളിയാ? പല്ല് കുഴപ്പമില്ല, മിക്സിയിൽ അരയുന്ന പോലല്ലേ തന്നെ? കുഴപ്പമില്ലല്ലേ? ഇനി ഈ പല്ല് ചെറിയൊരു ആട്ടമുണ്ട്. ഈ പല്ല് കുഴപ്പമില്ല. ഇത് ഞാൻ ഇളക്കി കളയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സാധനമാണ്. ഇളക്കി കളയാൻ വെച്ചിരിക്കണം. ഇത് മാത്രം തന്നെ? ഇല്ലല്ലേ, ഓക്കെയല്ലേ? ഹലോ, മറ്റേ പല്ലിന്റെ കേസേ ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരെണ്ണമല്ലേ? ഒരു പല്ലിന് 1.5 ലക്ഷം കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അറിയാ, പിന്നെ പെങ്ങൾക്ക് അത് ഭയങ്കര വിഷമായിട്ടിരിക്കുന്ന കാര്യമാണല്ലോ. എന്താ? അവക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കണം. അവള് ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാളെ വിളിക്കട്ടെ. മകളേടി മാളുവായി ഇനി വന്നവളെ നാളൊരു കാര്യം. മകളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിൽ ഒന്ന് വിചാരിക്കാൻ ചെയ്യല്. നമ്മളെ അളിയ ഏറെക്കുറെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അളിയന് ചെറിയ ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അളിയ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ കുറെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. എനിക്കത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ആ കാര്യം നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയേട്ടാ. എന്റെ കുട്ടികൾക്ക് അച്ഛൻ വേണമെന്ന് മാത്രം വിചാരിച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇയാള് നന്നാവാനും പോലില്ല, കുട്ടികളുടെ ജീവിതത്തെ ആലോചിച്ച് മാത്രം ഞാൻ ജീവിക്കണത്. എന്റെ ജീവിതമൊക്കെ എന്നെ പോയതാ കുട്ടിയേട്ടാ. അളിയ, ഡോക്ടർ പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അളിയനെ ഇങ്ങനെ കാലിൽ നിന്ന് നടക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒഴിവാക്കുക. കാരണം ഇവിടെ ഈ ലിഗമെന്റ് ഒക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് നടക്കണമെന്ന്. നടന്ന് അങ്ങോട്ട് നടന്നിട്ട് അളിയ ഒന്ന് ജസ്റ്റ് പോയിട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അളിയ? ഒരു കുഴപ്പം, വലിയൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാതെ വേറെ വഴിയില്ല. അളിയാ, ഇനി വന്ന അളിയ, അളിയനെ ഒന്ന് വീഴ്ത്തി കിട്ടിയ സമാധാനമായി ഭഗവാനെ. എന്നെ ഒന്നും വിചാരിക്കല്ലേ അളിയ. ഇങ്ങനെ ഓടിപ്പടച്ച് വരല്ലേ അളിയ? കാലും കൈയൊക്കെ പോകത്തില്ലേ അളിയ? അളിയന് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്, എനിക്ക് എന്തോ പറ്റിപ്പോയി. അളിയ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ അളിയ. കാലിലൊന്നും പെട്ടെന്ന് ഒരു കാര്യം പറയാം. വരില്ല. ആടെ ഈ മുറിവൊക്കെ കഴിച്ചു കളഞ്ഞ് എനിക്ക് അവിടെ പൈച്ചു കൊടുക്കണം. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ പറയണം. അളിയ ഓടിഞ്ഞ് വാളിയ. 1 2 3 4 വക്കീലേ, സെറ്റായി. 4 പല്ല് 4 പല്ല് 4 പല്ല് തറ വീണിട്ടുണ്ട്. 4 ലക്ഷം രൂപയല്ലേ? പെട്ടെന്ന് ക്ലെയിം ചെയ്യാം നമുക്ക്. തെളിവ് സഹിതം കൊണ്ടുവന്നാൽ മതി. വക്കീലേ, ശരി ശരി ശരി. ഓക്കെ ഓക്കെ. 1 2 അളിയ,
ഇവിടെ കിടന്ന പല്ല് എവിടെ കളിയാ? അതെടുത്ത് വെച്ച് എടുത്തു വെച്ചാ ആ ആളിയാ എന്തോ വേല കളിയാ കാണിച്ചത്. അതെന്താ അറിയുമോ, പണ്ടേ ചെറുപ്പകാലത്ത് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ഞാൻ ക്ലൈം മേടിച്ചപ്പോ എങ്ങനെ മേടിച്ച് സെറ്റ് വെച്ച് പറ്റാ. ഇനി ക്ലൈമൊന്നും കിട്ടത്തില്ല. അളിയാ ഒരു പല്ലിന് 1 ലക്ഷം രൂപ, 4 പല്ലാകുമ്പോ 4 ലക്ഷം രൂപ അല്ലേ അളിയാ? 4 ലക്ഷം രൂപയോ? എന്തിനാ നീ ഉദ്ദേശിക്കുന്നത്? അളിയാ ഒരു പല്ല് കൊടുത്ത ഞാൻ 1 ലക്ഷം രൂപ കിട്ടും. 4 പല്ല് കൊടുത്താൽ ഞാൻ 4 ലക്ഷം രൂപ കിട്ടും അളിയാ. അപ്പൊ എന്നെ ഈ പരിചരിച്ച് നടന്നതും കാര്യങ്ങൾക്കൊക്കെ എന്റെ പല്ലും എല്ലാം കൊടിച്ചെടുക്കാനായിരുന്നല്ലേ? ഇറങ്ങണ അവിടെന്ന്, ഇറങ്ങണ അവിടെന്ന്. ഒരു പല്ലിന് എത്രന്ന് പറഞ്ഞേ? 1 ലക്ഷം രൂപ. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. 1, 2, 4 ലക്ഷം രൂപ കിട്ടിയല്ലേ? ഒരു പല്ല് തടക്കണം. ഇപ്പൊ എല്ലും പോയി പല്ലും പോയാ പോണാ നേരെ വക്കീലില്ല.